നമുക്ക് ഇന്ന് ഒരു മീൻകറി വയ്ക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഈ കരിമീൻ വൃത്തിയാക്കി വെക്കുക. ഇടുക ഉലുവ, കടുകിടേണ്ട, ഉലുവ ഇടുക. ഉലുവ ഇട്ട് പൊട്ടിയ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത്, ഇഞ്ചി ചെറുത് അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, പച്ചമുളക് കീറിയിട്ടത്, ഇതെല്ലാം കൂടി ചേർത്ത് ഇട്ട് കൊടുക്കുക. ഏത് ചട്ടിയിലേക്ക്. അതവിടെ കിടന്ന് ഒന്ന് പകാകുമ്പം നമ്മൾ കുറച്ച് മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്, ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി. അതങ്ങ് ചൂടായി വരുമ്പോൾ നമ്മൾ ആ തേങ്ങാപ്പാലില്ലേ അതെടുത്തിട്ട് ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് പറഞ്ഞാൽ എല്ലാം വെള്ളം ചേർത്ത് ഒഴിക്കണം. കാരണം അത് ഈ മീൻ കിടന്ന് വേകുവാനുള്ള വെള്ളം അതിന് വേണം. അത് പതുക്കെ എന്നിട്ട് പതുക്കെ നമ്മുടെ കുടംപുളി, നല്ല കുടംപുളി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. അതങ്ങ് തിളച്ച് വരുമ്പോൾ അല്പം കുരുമുളക് പൊടിയും ഇടണം. പതിയെ വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മുടെ കരിമീൻ അത് വേദനിക്കാതെ പതുക്കെ തെറിക്കാതെ ഇട്ട് കൊടുക്കുക. ഓരോന്ന് ഇട്ട് കൊടുക്കുക. തവി കൊണ്ട് ഇളക്കരുത്, ഇളക്കിയാൽ ഉടഞ്ഞു പോകും. അതുകൊണ്ട് പതുക്കെ താത്തി വെക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില അതിൻ്റെ പുറത്തേക്ക് കീറിയിടുക. തിളച്ച് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തിളച്ചിങ്ങ് വരും. തിളച്ച് വരുമ്പോൾ കുറച്ച് പതുക്കെ ഇറക്കാറാകുമ്പോൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ, നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒരു 2 സ്പൂൺ ചുറ്റിച്ചൊഴിക്കുക. ഇങ്ങനെ ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മണം മൂക്കിൽ വന്നു കഴിഞ്ഞു. സൂപ്പർ കറി. ഇതാണ് ഞങ്ങളുടെ ചേർത്തലക്കാരുടെ അല്ലെങ്കിൽ പള്ളിപ്പുറംകാരുടെ കരിമീൻ കറി.